കിട്ടുമെന്ന് ആയുധവിദ്യ ഗുരുവിൽ തിരിയുന്നു. മറ്റുള്ള വിദ്യകളൊക്കെ വൃഥാ തന്നെ. വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാൻ. അന്ന് കുഞ്ഞുനമ്മേ പറയും 300 വർഷം മുമ്പ്. ഇപ്പൊ വായിക്കണം. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ കളഞ്ഞു. ഇപ്പൊ വായനയിലേക്ക് ഒരുപാട് കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആശ്വാസം അത്. കുട്ടികൾ വായനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പുസ്തകശാലയാണ്, 33 വർഷമായി പുസ്തകശാല നടത്തുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് വായനയെ കുറിച്ച് കുട്ടികൾ വായനയിലേക്ക് വരുമ്പോൾ അറിയാം. അതുകൊണ്ട് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണ് നിനക്ക്. അത് പുസ്തകം കൈവർത്തോളത്തിന്റെയാണ്. പുസ്തകം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ അമ്മമാർ പറഞ്ഞതുപോലെ പുസ്തകമാണ്. പുസ്തകത്തിന്റെ പ്രത്യേക നാളെ വായനാ ദിനം അല്ലേ? പുസ്തകം എന്ന് പറഞ്ഞാൽ മുത്തശ്ശിമാരെ അമ്മമാരൊക്കെ അവരുടെ പുസ്തകം എടുത്ത് വാങ്ങിക്കട കൊച്ചേ കൂടിപ്പോടാന്ന് പറയും. ഞാനതിനെ മുത്തശ്ശിനെ തിരിച്ചു കൊടുക്കും. മുത്തശ്ശി പുസ്തകമല്ല പുസ്തകം. മുത്തശ്ശി എന്നാലും പറയും പുസ്തകം എടുത്ത് വായിക്കുവാനെന്ന് പറയും. പക്ഷെ മുത്തശ്ശി പറഞ്ഞതായിരുന്നു ശരി. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതാണ് പുസ്തകം. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതാണ് പുസ്തകം അല്ലെ? പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ കൂടാരത്തിലേക്ക് കയറുക. ആ കൂടാരത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ അവശേഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കുന്നവരാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും കയ്യിൽ വെക്കി വെള്ളം വെക്കി. ഞാൻ പറഞ്ഞ കവിതയുടെ എഴുതുവാണ് കുട്ടികളെ വായിച്ചേൽപ്പിക്കണം. റെഡി? ഒന്നെങ്ങനെ എഴുതാം പറഞ്ഞേ. ഒന്നെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഉത്തര ഒരു വര, കുറിയ വര, വളവും വേണ്ട, ചരിവും വേണ്ട, പൊടിവും വേണ്ട, കുരിവും വേണ്ട. കവിത പഠിച്ചില്ലേ? ഓക്കെ റെഡി? ഒന്നെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഉത്തര ഒരു വര, കുറിയ വര, വളവും വേണ്ട, ചരിവും വേണ്ട, പൊടിവും വേണ്ട, കുനിയും വേണ്ട. ഒന്നായി വന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, ഒന്നായി നന്നായി, നന്നായി ഒന്നായി. അപ്പൊ എന്റെ മുന്നിരിക്കുന്ന ഈ ഫീൽഡ് ഇൻസ്പെക്ടർമാരെല്ലാം ഒന്നായി, വളവും ചെരിവും ഒടിവും ഒന്നും വേണ്ട കേട്ടോ, ഒന്നായി നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.